ഇരുധ്രുവം. രചന ആത്തൂസ് മഹാദേവ്. അവതരണം സാലിം കരുളായി. അർജുൻ! പെട്ടെന്ന് ഉയർന്ന റാമിന്റെ ശബ്ദത്തിന് മുന്നിൽ എല്ലാവരും ഒരു നിമിഷം നിശബ്ദത പാലിച്ചു. ഞങ്ങൾ ആരെങ്കിലും നിന്നെ ഈ വിവാദത്തിന് നിർബന്ധിച്ചോ? ഒരു വേള അയാളുടെ ആ ചോദ്യത്തിന് മുന്നിൽ അർജുൻ മൗനം പാലിച്ചു. ചുറ്റും കൂടി നിൽക്കുന്നവരിലൊക്കെ ഇപ്പൊ ആകെ ഒരു മുറുമുറുപ്പാണ്. അർജുൻ, നിന്നോടാ എൻ്റെ ചോദ്യം. ഞങ്ങൾ നിന്നെ ഈ വിവാഹത്തിന് നിർബന്ധിച്ചോ ഇല്ലയോ എന്ന്. അതായത് ഞാനോ എൻ്റെ ഭാര്യയോ? നോ. പിന്നെ നീ കാണിച്ചു കൂട്ടുന്നതിനേക്ക് അർത്ഥം എന്താടാ? ഒരു പെൺകുട്ടിയുടെ ജീവിതം വെച്ചാണോ നിന്റെ ഈ കളി? പറയാൻ നിനക്ക് 100 ന്യായീകരണങ്ങൾ കാണും. പക്ഷേ അർജുൻ, ഒന്ന് ഞാൻ പറയാം. എനിക്ക് നിന്നോട് കൂടുതൽ പറയാനും ചോദിക്കാനും ഒന്നുമില്ല. ഇന്ന് ഈ വിവാഹം നടക്കും. ഇല്ലെങ്കിൽ പിന്നെ റാമിന് ഇങ്ങനൊരു മകനില്ല. വല്ലാത്തൊരു തരം ഉറപ്പായിരുന്നു അയാളുടെ വാക്കുകളിൽ. ഭീഷണിയല്ല, ഇതെൻ്റെ ഉറച്ച തീരുമാനമാണ്. ഇനി നിനക്ക് തീരുമാനിക്കാം എന്താന്ന് വെച്ചാ. റാം, എന്തൊക്കെയാ ഈ പറയുന്നത്? നമ്മുടെ മോനല്ലേ ഇവന്. ഞാൻ സംസാരിക്കാം അവനോട്. അച്ഛൻ്റെയും മകൻ്റെയും വാക്ക് തർക്കങ്ങൾ കണ്ട് രാഗിണി അവർക്ക് അടുത്തേക്ക് വന്നു. എന്നാൽ കൊമ്പ് കോർക്കാൻ നിൽക്കുന്ന അവരിരുവരെയും കണ്ട് അവരുടെ മനം നൊന്തു. നീണ്ടു നിന്ന നിശബ്ദത. ഓഡിറ്റോറിയത്തിലുണ്ടായിരുന്ന ഒരുവിധം ആളുകളെയൊക്കെ സെക്യൂരിറ്റി സ്ക്വാഡ് ഇതിനോടകം പുറത്താക്കിയിരുന്നു. ഇരു കുടുംബക്കാരും മാത്രമായി ഒരു വിലവിടെ. കുലശിതമായ മനസ്സോടെ നിൽക്കുന്ന അർജുൻ്റെ മുന്നിലേക്ക് വർഷ വന്ന് നിൽക്കുമ്പോൾ അർജുൻ മുഖമുയർത്തി അവളെ ഒന്ന് നോക്കി. വല്ലാത്തൊരു തരം പാവമായെന്നപ്പോൾ. വെറും വാക്ക് പറയില്ല ഈ വർഷ. നിന്നെ എനിക്ക് കിട്ടിയില്ലെങ്കിൽ അർജുൻ, പിന്നെ നീ കാണാൻ പോകുന്നത് ഈ വർഷയാകില്ല. നീ മാത്രല്ല, നിന്റെ ഈ അനിയതിയും. അവളിന് ജീവിക്കാൻ പോകുന്നത് എൻ്റെ വീട്ടിലാ. സമാധാനം എന്താന്ന് അവൾ അറിയില്ല അർജുൻ. അറിയിക്കില്ലേ ഞാൻ. മുരളം പോലെയായിരുന്നു അവളുടെ ശബ്ദം. കണ്ണുകൾ രണ്ടും ചുവന്ന് കലങ്ങി വല്ലാത്തൊരു പാവം. അർജുൻ അവളോട് എന്തോ പറയാൻ ഒരുങ്ങിയതും തൻ്റെ വലത് കൈയിലായി ആരോ കടന്നു പിടിക്കും പോലെ തോന്നിയതും അവൻ്റെ ശ്രദ്ധ ഒരു നിമിഷം അവിടേക്കായി. തനിക്ക് മുന്നിലായി നിറകണ്ണുകളോടെ നിൽക്കുന്ന ദക്ഷയെ കണ്ട് ഒരു വേള അവൻ്റെ നെഞ്ചിന്ന് നീറി. നിനക്കിനി എന്തെങ്കിലും പറയാനുണ്ടോ? എന്നാൽ ആയിക്കോട്ടെ, അതായിട്ട് ഇനി ബാക്കി വെക്കണ്ട. ഏട്ടാ, ഞാൻ വേണ്ട ദക്ഷ, പ്ലീസ് സ്റ്റോപ്പ് ദിസ് ഇമോഷണൽ ഡ്രാമ. കേട്ട് ഞാൻ മടുത്തു. വല്ലാത്തൊരു ദേഷ്യമായിരുന്നു അവൻ്റെ വാക്കുകളിൽ. നിറകണ്ണുകളോട് അവനൊന്ന് നോക്കിയതല്ലാതെ ഒരു വാക്ക് പോലും അവളിൽ നിന്ന് അവനായി വന്നില്ല. ഇനിയുള്ള എൻ്റെ ജീവിതം എങ്ങനെയുള്ളത് തന്നെയാണെങ്കിലും ഞാൻ തന്നെ അത് ജീവിച്ച് തീർത്തോളാം. എൻ്റെ ഏട്ടനെ വെറുതെ വിട്ടേക്ക്. വേണ്ട, എനിക്ക് വേണ്ടി ആരും സാക്രിഫൈസ് ചെയ്യണ്ട. ഈ വിവാഹം നടക്കട്ടെ. അർജുൻ്റെ ആ വാക്കുകൾ തൻ്റെ അച്ഛൻ്റെ മുഖത്ത് തന്നെ മിഴികൾ ഉറപ്പിച്ചായിരുന്നു. അവനിൽ തന്നെ ശ്രദ്ധ പതിപ്പിച്ചു നിന്ന് അയാളുടെ മുഖമൊന്ന് തെളിയുകയും ചെയ്തു. പിന്നെല്ലാം വളരെ പെട്ടെന്നായിരുന്നു. വർഷയോടൊപ്പം പീഠത്തിലിരിക്കുമ്പോൾ അവൻ്റെ മനസ്സ് മുഴുവൻ മറ്റെവിടെയോ ആയിരുന്നു. ഉള്ളിൽ വേറെ ആരുടെയോ മുഖവും ഭാവങ്ങളുമായിരുന്നു. അല്പനിമിഷങ്ങൾ പിന്നിടുമ്പോൾ തിരുമേനി അഗ്നികുണ്ഡത്തിൽ ആളിക്കത്തുന്ന അഗ്നിയെ സാക്ഷിയാക്കി ആ ആലിലെ താലി അവൻ്റെ നേർക്ക് നീട്ടുമ്പോൾ നിർവികാരതയോടെ അവയിലേക്ക് നോക്കി നിന്നു അവൻ. പിന്നെ മെല്ലവൻ ആ താലി തൻ്റെ കയ്യിലേക്ക് വാങ്ങി. തലക്കുള്ളിലേക്ക് എന്തൊക്കെയോ കുത്തിമറിയുമ്പോൾ ഓർമ്മകൾ പലതും അവനെ വേട്ടയാടുന്നുണ്ടായിരുന്നു. ഞാനാണ് ഈ ലോഹവും കഴുത്തിലിട്ട് ചീപ്പ് സെന്റിമെന്റ്സും കാണിച്ച് നടക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ നീ നടന്നോ. പക്ഷേ ഇത് നിന്റെ കഴുത്തിൽ നിന്ന് എങ്ങനെ അഴിച്ചു മാറ്റണമെന്ന് എനിക്കറിയാം. അർജുൻ അത് ചെയ്തിരിക്കും. നെരിപ്പോട് പോലെ എരിയുന്ന വാക്കുകൾ തന്നെ നെഞ്ചിലാഴുമ്പോൾ അർജുൻ്റെ ശ്വാസമെടുപ്പ് നന്നേ ഏറുന്നുണ്ടായിരുന്നു. അർജുൻ, ആ താലി വാങ്ങ്. വർഷയുടെ കനപ്പിച്ച ശബ്ദമാണ് അവൻ ഉണർത്തിയത്. തൻ്റെ കണ്ണുകളൊന്ന് അടച്ചു തുറന്നുകൊണ്ട് അർജുൻ ആ താലി തൻ്റെ കയ്യിലേക്ക് വാങ്ങി. ശേഷം തൻ്റെ ഭാവഭാഗത്തായിരിക്കുന്ന വർഷയെ ഒന്ന് നോക്കുമ്പോൾ അവളിൽ ഇത്തവണ നാണമോ സന്തോഷമോ ഒന്നും തന്നെ ആയിരുന്നില്ല. പകരം എന്തോ പിടിച്ചെടുക്കുമ്പോൾ ഒരു ഭാവമായിരുന്നു അപ്പോൾ അവളിൽ. ഇനി അല്പം പാസ്റ്റാണ്. ഷൂട്ടിങ്ങിൻ്റെ ഭാഗമായി വെള്ളാരംകുന്നിലേക്ക് പുറപ്പെട്ട അർജുനും മാധവും പുലർച്ചെ ഒരു അമ്പലത്തിൻ്റെ അരികിലായി കാർ ഒതുക്കി. മാധവും മാധവനും പുറത്തേക്ക് ഇറങ്ങി അടുത്ത് കണ്ടൊരു കുഞ്ഞു കടയിലേക്ക് കയറി. അർജുൻ തലയിലിരുന്ന ക്യാപ്പ് മുഖത്തേക്ക് മറക്കും വിധം താഴേക്ക് താഴ്ത്തി വെച്ചുകൊണ്ട് സീറ്റൽപ്പം പുറകിലേക്ക് നീക്കി നിവർന്ന് കിടന്നു അവൻ. യാത്രയുടെ ആലാസത്തിൽ കണ്ണുകൾ മെല്ലെ അടഞ്ഞു വരുമ്പോഴാണ് ഗ്ലാസ്സിലാരോ തട്ടും പോലെ തോന്നിയത് അവന്. മാധവാണെന്ന് കരുതി മുഖമുയർത്തി നോക്കിയ അർജുൻ കാണുന്നത് ഗ്ലാസ്സിനപ്പുറം നിൽക്കുന്ന നന്നേ വയസ്സായ ഒരു സ്ത്രീയാണ്. അവരെ കണ്ട അർജുൻ വേഗം ഗ്ലാസ് താഴ്ത്തി മുഖത്തിരുന്ന് ക്യാപ്പ് എടുത്തു മാറ്റി. മോനെ, ഈ അമ്മയെ ഒന്ന് സഹായിക്കോ കുഞ്ഞേ. കയ്യിലിരുന്ന പൂക്കൂട്ട ഉയർത്തിപ്പിടിച്ച് നന്നേ ക്ഷീണിച്ച സ്വരത്തിൽ അവരത് പറയുമ്പോൾ
അർജുൻ മനസ്സിലാകാത്ത പോലെ സംശയം നിറഞ്ഞ ഭാവത്തോടെ അവരെ ഒന്ന് നോക്കി. എൻ്റെ കൊച്ചുമകൾ വീട്ടിൽ ഒറ്റക്കാണ് മോനെ. ഇന്ന് എൻ്റെ കുഞ്ഞിൻ്റെ പിറന്നാളാണ്. ഞാൻ പോയിട്ട് വേണം അവൾക്ക് വേണമെന്നൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ. മോന് കഴിയെങ്കിൽ ഇതൊന്ന് വാങ്ങി ഇതിനുള്ള പൈസ തന്ന അമ്മയൊന്ന് സഹായിക്കോ? നിന്ന് സമയം പോകുന്നതും അമ്മ ക്ഷീണിക്കുന്നതും അല്ലാതെ പൂവാരും വാങ്ങുന്നില്ല കുഞ്ഞെ. എൻ്റെ കൊച്ചവിടെ ഒറ്റക്കാണ്. നിറഞ്ഞു വരുന്ന അവരുടെ കണ്ണുകൾ കണ്ട് അർജുൻ ഒരു നിമിഷം ആകെ വല്ലാതെയായി. അർജുൻ വേഗം തൻ്റെ വാലറ്റ് എടുത്ത് കുറച്ച് ക്യാഷ് എടുത്ത് അവർക്ക് നേരെ നീട്ടി. അമ്മേ, ഇത് വെച്ചോ. പിന്നെ ഈ പൂവ് എനിക്ക് വേണ്ട. എനിക്കിത് വെച്ചിട്ടൊന്നും ചെയ്യാനില്ല. പിന്നെ ഈ പൂവ് അമ്മമ്മയുടെ കൊച്ചുമോൾക്ക് തന്നെ കൊടുക്ക്. അവനത് പറഞ്ഞ് അവരുടെ കയ്യിലേക്ക് ആ നോട്ടുകൾ തിരികെ വെച്ച് കൊടുക്കുമ്പോൾ എന്തുകൊണ്ടും അവൻ്റെ ആ പ്രവൃത്തിയിൽ ആ അമ്മക്കൊന്നും തന്നെ പറയാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവർ നിറകണ്ണുകളോട് അവൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. ശേഷം മെല്ലെ തിരിഞ്ഞു നടന്നവർ പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ ഒന്ന് നിന്നുകൊണ്ട് അവനെ തിരിഞ്ഞു നോക്കി. അതോടൊപ്പം അവൻ്റെ അടുത്തേക്ക് നടന്നു വന്നു. മോൻ എന്തെങ്കിലും തരാതെ പോയാൽ അമ്മക്ക് വിഷമാകും. അതുകൊണ്ട് അത്രയും പറഞ്ഞ് അവർ തൻ്റെ കയ്യിലിരുന്ന പൂക്കൂട്ടക്കുള്ളിൽ കൈയിട്ട് എന്തോന്ന് എടുത്ത് അവൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. ശിവപാർവതി കുടികൊള്ളുന്ന അമ്പലമായത്. ഉഗ്രമൂർത്തിയും വിളിച്ചാൽ വിളി കേൾക്കുന്ന ശക്തിയുമാണിവിടം. അതുകൊണ്ട് തന്നെ ഈ അമ്പലത്തിൽ വിവാഹം കഴിക്കാൻ വരുന്നവരേറെയാണ്. ഇന്നൊരു വിവാഹം നടക്കാതെ പോയി ഇവിടെ. ആ കുട്ടി പോകും മുന്നേ എന്നെ ഏൽപ്പിച്ചതാണ് ഈ താലി. അതെന്തിനാന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. ഒരു പക്ഷേ എനിക്കിത് മോൻ്റെ കയ്യിൽ ഏൽപ്പിക്കാനാകും. ഇതുകൊണ്ട് എന്ത് ചെയ്യാനെന്നൊരു ചോദ്യം മോൻ്റെ മനസ്സിൽ വേണ്ട. അധികം വൈകാതെ നിന്റെ അരികിലെത്തുന്ന നിന്റെ പാതിക്ക് നീ തന്നെ ഇത് അണിയിക്കണം. അല്ല, നീ അണിയിക്കും. ചൈതന്യം തൂകുന്ന മുഖത്തോട് അത്രയും പറഞ്ഞുകൊണ്ട് അവർ മെല്ലെ തിരിഞ്ഞു നടക്കുമ്പോൾ അർജുൻ്റെ കണ്ണുകൾ അവർക്ക് നേരെ പാഞ്ഞു. കണ്ണുമുന്നിൽ നിന്നും അവർ മായുമ്പോൾ അവൻ തൻ്റെ കയ്യിലിരിക്കുന്ന ആ മഞ്ഞച്ചെടിയിൽ കോർത്ത കുഞ്ഞു താലിയിലേക്കൊന്ന് നോക്കി. പെട്ടെന്ന് പുറത്തുനിന്ന് മാധവ് ഡ്രൈവിംഗ് സീറ്റ് തുറന്നതും അർജുൻ വേഗം ആ താലി തൻ്റെ പോക്കറ്റിലേക്ക് ഇട്ടുകൊണ്ട് നേരെ ഇരുന്നു. അന്നവൻ അറിഞ്ഞില്ല ആ താലി തൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന്. ഒരു വാശിപ്പുറത്ത് അതേ താലി തന്നെ താൻ അവളുടെ കഴുത്തിൽ ചാർത്തുമെന്നും അവൻ അറിഞ്ഞില്ല. ഓർമ്മകളുടെ കുത്തൊഴുക്കിൽ നിന്നും അവൻ തിരികെ വരുമ്പോൾ ചുറ്റും നിൽക്കുന്ന കണ്ണുകൾ അവനെ തന്നെ തുറിച്ചു നോക്കുന്നുണ്ടായിരുന്നു. കാരണം അവൻ്റെ മൗനവും. എന്നാൽ അർജുൻ ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അന്ന് ആദ്യമായി അവൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിന്നത് മാളവികയായിരുന്നു. അവിടെ എത്തിയതിന് ശേഷമുള്ള അവളോടൊപ്പമുള്ള ഓരോ നിമിഷങ്ങളും. അർജുൻ നോക്കി നിൽക്കാതെ ആ താലിമോളുടെ കഴുത്തി ചാർത്ത്. റാം അവൻ്റെ തോളിലൊന്ന് തട്ടുന്നതിനൊപ്പം അവന് മാത്രം കേൾക്കാൻ പാകത്തിന് മെല്ലെ പറഞ്ഞു. അർജുൻ ദീർഘമായൊന്ന് നിശ്വസിച്ചുകൊണ്ട് വർഷക്ക് നേരെ മിഴികൾ പായിച്ചു. എല്ലാവരും കേൾക്കാൻ പറയുക, ദേ ഈ താലിയുടെയും സിന്ദൂരത്തിൻ്റെയും മഹത്വമൊന്നും എനിക്കറിയില്ല. പക്ഷേ ഒരിക്കൽ ഞാൻ ഇങ്ങനെ ഒരു താലി ഒരുവളുടെ കഴുത്തിൽ അണിയിച്ചതാ. അങ്ങനെ വരുമ്പോൾ അവളാണ് എൻ്റെ ഭാര്യ. എന്താ അങ്ങനെയല്ലേ വർഷ? കണ്ണുകൾ അവളിൽ നിന്നും മണുവിനെ ചലിക്കാതെയും ഭാവഭേദമില്ലാതെയും അർജുനത് പറയുമ്പോൾ വർഷ അവനെ തുറച്ചു നോക്കി. എനിക്കതൊന്നും അറിയേണ്ട കാര്യമില്ല അർജുൻ. എനിക്ക് നിന്നെ വേണം. കിട്ടാതെ ഞാൻ അടങ്ങില്ല. പിന്നെ ഇങ്ങനൊരു ഇഷ്ടം മാളവികക്ക് നിന്നോട് ഒരിക്കലും ഉണ്ടാവില്ല. കാരണം അവളുടെ ഉള്ളിൽ നീ ഇല്ല അർജുൻ. ഉണ്ടായിരുന്നുവെങ്കിൽ നിനക്കെതിരെ അവളൊരു ഫേക്ക് ന്യൂസ് ഉണ്ടാക്കി എടുക്കില്ലായിരുന്നു. എന്താ അർജുൻ, പഴയതൊക്കെ മറന്നോ നീ? ആരൊക്കെ എന്തൊക്കെ മറന്നാലും നീ അതൊന്നും മറക്കാനിടയില്ല അല്ലേ വർഷ? കാരണം പലതിൻ്റെയും മാസ്റ്റർ ബ്രെയിൻ നീയാണല്ലോ. ഒരു പുച്ഛത്തോടെ പുറകിൽ നിന്ന് കേട്ട മാധവിൻ്റെ ശബ്ദത്തിൽ വർഷയുടെ ചെറുഞ്ഞെട്ടിൽ ഉളവാകുമ്പോൾ അർജുനിൽ വല്ലാത്തൊരു സംശയഭാവമായിരുന്നു. അവൻ്റെ കണ്ണുകൾ വർഷയിൽ നിന്നും മാധവിലേക്ക് ചലിക്കുമ്പോൾ മാധവ് അവർക്ക് മുന്നിലായി വന്നു നിന്നു. എന്താ വർഷ, ഞെട്ടിയോ? എന്ത് പറ്റി? നിന്റെ മുഖങ്ങാകെ വിളറിപ്പോയല്ലോ. മാധവ് പ്ലീസ്, വേണ്ടാത്ത കാര്യങ്ങൾ ഇവിടേക്ക് വലിച്ചിടിച്ച് ഈ വിവാഹം മുടക്കരുത്. ഒരാപേക്ഷ രൂപത്തിലാണ് അവളത് പറഞ്ഞത്. അത്രയും താഴ്മയായി. സോറി വർഷ, ഇത് അർജുന അറിയണം. നീ എന്ന ചതിയിൽ അവൻ ഇനി വീഴില്ല. ഇല്ലെങ്കിൽ വീഴാൻ ഞാൻ സമ്മതിക്കില്ല. അതും പറഞ്ഞ് മാധവ് അർജുനെ നേരെ തിരിയുമ്പോൾ അർജുൻ ഇരുന്നേരത്തും എഴുന്നേറ്റ് മാധവിന് മുന്നിലായി വന്നു നിന്നു. കൂടുതലൊന്നും എനിക്ക് കേൾക്കണ്ട. കൂടെ നിന്ന് ചതിച്ചത് ഇവളാണോ? അർജുൻ്റെ കലിയോടെയുള്ള ആ ചോദ്യം മാധവിൽ ഏതൊരു ഭാവവ്യത്യാസവും തോന്നിച്ചില്ലെങ്കിലും വർഷയിൽ വല്ലാത്തൊരു ഞെട്ടിലായിരുന്നു. യെസ് അർജുൻ, ആ ഫേക്ക് ന്യൂസിൻ്റെ പിന്നിൽ നിന്റെ ഊഹം പോലെ മാളവികയല്ല ഇവളത് ചെയ്തത്. അതിൻ്റെ തെളിവുകൾ ഇന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്താ കാണണോ നിനക്കത്? അല്പം ദേഷ്യം കലർത്തിയാണ് മാധവ് അവനോടത് ചോദിച്ചത്. അതിന് കാരണവും അർജുന് വ്യക്തമാണ്.
അർജുനാകെ തലവെരുക്കും പോലെ തോന്നി. കണ്ണുകൾ അമർത്തിയടിച്ച് തുറന്നുകൊണ്ട് ഒന്ന് തിരിഞ്ഞ് തൻ്റെ പിന്നിലായി നിന്ന വർഷയെ വലിച്ച് മുന്നിലേക്ക് നിർത്തിക്കൊണ്ട് അവളുടെ ചെകിട് നോക്കി ഒറ്റ അടിയായി അർജുൻ. അവൻ്റെ ആ അടിയിൽ നിലത്തേക്ക് വീണ് പോയപ്പോൾ യു ബ്ലഡി ബാസ്റ്റഡ്. വലിയൊരു ചീത്തക്കൊപ്പം അവളെ വലിച്ചെടുത്ത് മറുകവളും അവൻ പൊട്ടിക്കുമ്പോൾ വർഷയുടെ ചുണ്ടു പൊട്ടി ചോരയിലിച്ചു. അർജുൻ! നിമിഷ നേരം കൊണ്ട് റാം അവന് മുന്നിലേക്ക് വന്ന് അവനെ പിടിച്ചു മാറ്റിക്കൊണ്ട് വർഷയെ അവനിൽ നിന്ന് സ്വതന്ത്രയാക്കി. ആനന്ദ് വേഗം വന്ന് തൻ്റെ മകളെ ചേർത്ത് പിടിച്ചു. റാം, നിന്റെ മകനെന്താ ഭ്രാന്താണോ? ഇവനാണോ ഞാൻ എൻ്റെ മകളെ തരേണ്ടത്? ഇല്ല, ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ മകൾക്ക് വേണ്ട നിന്റെ മകനെ. അല്ലെങ്കിലും തൻ്റെ ഈ പുന്നാരമോൾ എനിക്ക് വേണ്ടടോ. അർജുൻ പെണ്ണ് കിട്ടാതെ പോയാലും ഇവളെനിക്ക് വേണ്ട. അത്രയും വെറുപ്പായി എനിക്ക് ഇവളോട്. പെണ്ണാണെന്ന് പോലും പറയാൻ കൊള്ളാത്ത ജന്മം. അർജുൻ! വിറപ്പിക്കും പോലെയുള്ള രാമന്റെ ശബ്ദത്തിന് മുന്നിൽ അർജുൻ നിശബ്ദമാകുമ്പോൾ അയാൾ അവന് മുന്നിലായി വന്നു നിന്നു. എന്താ നിന്റെ തീരുമാനം? വേണ്ട റാം, ഈ വിവാഹം അതിന് നടക്കില്ല. പിന്നെ തൻ്റെ മകളെ ഓർത്ത് താൻ പേടിക്കണ്ട. അവൾ ഞങ്ങളുടെ വീട്ടിൽ സുരക്ഷിത തന്നെയാകും. എൻ്റെ മകൻ്റെ ഭാര്യ മാത്രമല്ല അവൾ, എൻ്റെ മരുമകൾ കൂടിയാകും. ഇനിയൊരു സംസാരത്തിന് ഞാൻ നിൽക്കുന്നില്ല, ഇറങ്ങുന്നു. വാ മോളെ. ആനന്ദ് തൻ്റെ മകളെയും കൊണ്ട് തിരിഞ്ഞു നടക്കുമ്പോൾ അർജുൻ്റെ അടുത്ത് നിന്ന് രക്ഷയുടെ കയ്യിൽ അല്പം ബലമായി പിടിച്ചു വലിച്ചുകൊണ്ട് ആരവ അവിടുന്ന് പോകുമ്പോൾ അത് കണ്ടു നിന്ന് റാമിൻ്റെ നെഞ്ചൊന്ന് പിടഞ്ഞു. രാഗിണി നിറഞ്ഞ കണ്ണുകളോട് അത് നോക്കുമ്പോൾ അർജുൻ പെട്ടെന്ന് നോട്ടം മാറ്റി കളഞ്ഞു. മതിയായോ? തൃപ്തിയായോ നിനക്ക്? സ്വന്തം കൂടപ്പിറപ്പിനെ കൈയൊഴിഞ്ഞപ്പോ എന്ത് നേടി നീ? അവൾക്കൊരു തെറ്റ് പറ്റിയെന്ന് കരുതി തള്ളിക്കളയണോ അവളെ? അങ്കിൾ പ്ലീസ്, ഇതിൽ ഇവൻ ചെയ്ത തെറ്റെന്താണെന്ന് കൂടെ പറയൂ. മോൾക്ക് വേണ്ടി മകൻ്റെ ജീവൻ ബലി കൊടുക്കണമെന്നുണ്ടോ? അതിലെവിടെയാണ് അങ്കിൾ ന്യായം കാണുന്നത്? മാധവനത് ചോദിക്കാതിരിക്കാനായില്ല. ഇവനെ പോലെയാണോ അവള്? ആണും പെണ്ണും രണ്ടും രണ്ടാണ് മാധവ്. ആണുങ്ങൾക്ക് എന്തിനോടും പെട്ടെന്ന് അഡ്ജസ്റ്റ് ആകാം. ഇവരൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവളും അവൾക്ക് പിറക്കാനിരിക്കുന്ന കുഞ്ഞും സേഫാകില്ലേ? ആ ഒരു ഒറ്റ കാര്യങ്ങൾ ഓർത്തോ ഇവൻ? അർജുന നേരെ അയാൾ ആ ചോദ്യം ഉന്നയിക്കുമ്പോൾ ഞെട്ടിയത് രാഗിണിയായിരുന്നു. തൻ്റെ മകൾ ഗർഭിണിയാണെന്ന് അവർ അറിയാവുന്നത് തന്നെ കുറച്ച് മുന്നെയാണ്. എന്നാൽ അത് തൻ്റെ ഭർത്താവിനും അറിയാമെന്നത് അവരെ നേരിയ തരത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു. എന്ത് നോക്കി നിൽക്കുക? വരുന്നുണ്ടോ താൻ? അവരെ കനിപ്പിച്ച് നോക്കിക്കൊണ്ട് റാം അതിവേഗത്തിൽ പുറത്തേക്ക് പായുമ്പോൾ രാഗിണി അർജുനെ നോക്കിക്കൊണ്ട് അയാൾക്ക് പിറകെ വേഗത്തിൽ പുറത്തേക്ക് ഇറങ്ങി. അർജുൻ! മാധവ് അർജുൻ്റെ തോളിൽ കൈവച്ചൊന്ന് അമർത്തി. മാധവ്, ഐ വാണ്ട് ടു സീ മാളവിക. വൈ അർജുൻ? എന്തിന് നീ ഇനി അവളെ കാണണം? അതിൻ്റെ സ്റ്റേജൊക്കെ കഴിഞ്ഞു. ഒരു പക്ഷേ ഇപ്പോൾ ആ കുട്ടിയൊന്ന് റിക്കവറായിട്ട് വരുന്നുണ്ടാവും. നീ പോയി കണ്ട് അതുകൂടെ ഇല്ലാതാക്കണ്ട അർജുൻ. അല്ല, ഇനി അവളെ കണ്ടിട്ട് വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടോ നിനക്ക്? അല്പം ഗൗരവം നിറച്ചാണ് മാധവ് ചോദിച്ചെങ്കിലും അതിൽ നിറഞ്ഞു നിൽക്കുന്ന ഡബിൾ മീനിങ് അർജുനും മനസ്സിലാക്കാൻ കഴിഞ്ഞു. നിനക്കെൻ്റെ കൂടെ വരാൻ കഴിയുമെങ്കിൽ വരാം മാധവ്. ഇല്ലെങ്കിൽ അർജുൻ പോകും, പോയിരിക്കും. മനസ്സിലെന്തോ തീരുമാനിച്ചുറപ്പിച്ച പോലെ അത്രയും പറഞ്ഞുകൊണ്ട് അർജുൻ അവിടുന്ന് പോകുമ്പോൾ മാധവ് ഒരു ചിരിയോട് അവന് പിന്നാലെ പോയി.